വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്താൻ ഉറച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധനബില്ല് ജൂലൈ 1 നിയമസഭ പാസാക്കും. ധനബില്ലിന് മുൻപ് മുന്നണിയിലും പാർട്ടിയിലും സമവായം ഉണ്ടാക്കാനാണ് ശ്രമം. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ വി എം സുധീറിന്റെ വിമർശനം വന്നതേ ഉള്ളൂ, തൊട്ടു പിന്നാലെയാണ് ഈ വാർത്ത വരുന്നത്. എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ശ്രീജിത്ത്? ഉന്മേഷ്, വി എം സുധീറിന്റെ നിലപാട് പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ധനബില്ല് ജൂലൈ 1 നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ബജറ്റ് പാസാക്കിയാൽ ബജറ്റിലെ അധിക നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരണമെങ്കിൽ ധനബില്ല് കൂടി പാസ്സാകേണ്ടതുണ്ട്. ധനബില്ല് കൂടി പാസ്സാകുമ്പോഴാണ് ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരിക. സാധാരണ ബജറ്റ് പാസ്സാക്കുമ്പോൾ ധനബില്ല് പാസ്സാക്കുന്നതിനൊപ്പം തന്നെ സബ്ജക്ട് കമ്മിറ്റികൾ കൂടി ഇത് പരിഗണിക്കണം. എന്നാൽ ഇതൊരു പുതുക്കിയ ബജറ്റാണ് ഇത്തവണത്തേത് എന്നതുകൊണ്ട് തന്നെ ധനബില്ല് മാത്രമേ പാസ്സാക്കുന്നുള്ളൂ. സബ്ജക്ട് കമ്മിറ്റിക്ക് പോകേണ്ടതില്ല എന്ന ഒരു ഭേദഗതി കൂടി ഇന്നലെ നിയമസഭ അംഗീകരിച്ചതുകൊണ്ട് ധനബില്ല് പാസ്സാക്കുമ്പോൾ നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതാണ് പുതിയ സാഹചര്യം. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച ബജറ്റിലെ നിർദ്ദേശങ്ങൾ ധനബില്ലിന്റെ ഭാഗമായും ഉൾപ്പെടുത്താനുള്ള തീരുമാനമുണ്ട്. ജൂലൈ 1 സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 2 സ്ലാബുകളായി 120%, 175% കുറച്ചുകൊണ്ടുള്ള തീരുമാനം ഉൾപ്പെടും. അപ്പോൾ ധനബില്ല് പാസ്സാകുമ്പോൾ ഈ നികുതി കുറയ്ക്കലും പ്രാബല്യത്തിൽ വരും. എന്നാൽ പിന്നീട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെയും മറ്റും കൂടി ആവശ്യമുണ്ട് ഇത് പൂർണ്ണമായും നടപ്പിലാകണമെങ്കിൽ. കാരണം ഇത്തരമൊരു നികുതി പരിഷ്കാരം വരുത്തി വിൽപ്പന നികുതി കുറച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് കൂടി പുറത്തിറങ്ങണം. അതിൻ്റെ ഒരു നടപടിക്രമം മാത്രമേ പിന്നീട് ബാക്കിയുണ്ടാവുള്ളൂ. എന്നാൽ സാങ്കേതികമായി നികുതി വർധനവ് പ്രാബല്യത്തിൽ വരുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. മുന്നണിയുടെയും പാർട്ടിയുടെയും തീരുമാനത്തിന് വിധേയമായി മാത്രമേ നടപ്പിലാക്കുള്ളൂ എന്ന് പറയുമ്പോഴും ധനബില്ലിൽ നിന്ന് ഈ വിഷയം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല, മുഖ്യമന്ത്രി താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ശ്രീജിത്ത്, ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം നമ്മൾ കേട്ടതാണ്. ഇന്നലെ UDF ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നോ അത് നടപ്പിലാക്കുമെന്ന് പറയുന്നു. എപ്പോൾ UDF ആ തീരുമാനമെടുക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അതുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണല്ലോ. മുന്നണിയുടെ തീരുമാനം വന്നതിന് ശേഷമാണല്ലോ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടാകേണ്ടത്. ശ്രീജിത്ത്, ഉന്മേഷ, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച കാര്യത്തിൽ ഒരു പിന്നോട്ടുപോക്ക് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ നടത്തി. അതൊരു തന്ത്രപരമായ സമീപനമാണ് എന്നാണ് ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. അതായത് UDFിലും കോൺഗ്രസിലും വലിയ തോതിൽ എതിർപ്പുണ്ടാക്കിയ, രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തിയ ഒരു സംഭവത്തിൽ ഒരല്പം പിറകോട്ട് പോകുന്നതായി അദ്ദേഹം തോന്നിപ്പിച്ചു സഭയിലെ തൻ്റെ മറുപടി പ്രസംഗത്തിൽ. എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പൂർണ്ണമായും നടപ്പിലാകണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥത വ്യക്തമാകണമെങ്കിൽ ധനബില്ലിൽ നിന്നുകൂടി ഈ നികുതി പരിഷ്കാരം ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ പഴയ 251% വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയും മാറും, നികുതി കുറവ് പ്രാബല്യത്തിൽ വരികയുമില്ല. എന്നാൽ ഇവിടെ ധനബില്ലിന്റെ ഭാഗമായി തന്നെ നികുതി കുറവ് ഉൾപ്പെടുത്താനുള്ള തീരുമാനവുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ധനബില്ല് പാസ്സാകുന്നതോടുകൂടി ഈ നികുതി പരിഷ്കാരവും പ്രാബല്യത്തിൽ വരുന്ന സ്ഥിതിയാണുള്ളത്. എന്തായാലും UDFിനകത്തെ ചർച്ചകൾ, UDFിനകത്ത് ഈ വിഷയത്തിൽ സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി ഇതിന് സമാന്തരമായി തന്നെ നടത്തുന്നുണ്ട്. ഇന്ന് 25-ാം തീയതി ആയിട്ടേ ഉള്ളൂ. 5 ദിവസം കൂടി ഈ കാര്യത്തിൽ കൺസൾട്ടേഷൻ, കൂടിയാലോചനകൾക്കൊക്കെ ബാക്കിയുണ്ട്. ഇതിനിടയിൽ UDF യോഗം വിളിക്കുമോ, UDF യോഗം ചേർന്ന് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതുവരെയും അത്തരമൊരു അറിയിപ്പ് UDF കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഒരു കാര്യം കൂടി ഇതിനൊപ്പം കാണേണ്ടതുണ്ട്. UDF ഒരു സമിതിയെ വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മദ്യനയം രൂപീകരിക്കാൻ. മദ്യനയം തിടുക്കപ്പെട്ട് രൂപീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു 5 ദിവസത്തെ കൂടിയാലോചന കൊണ്ട് മാത്രം രൂപീകരിക്കാവുന്ന ഒന്നല്ല മദ്യനയം. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ ഏത് ഒരു ടൈം ബൗണ്ടായി നടക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഉന്മേഷ്, ശ്രീജിത്ത്, ഇപ്പോൾ ഇന്നലെ പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യമുണ്ട് നിയമസഭയിൽ ധനബില്ലുമായി ബന്ധപ്പെട്ട്. അതേ ചോദ്യം തന്നെ ഇന്ന് വി എം സുധീറിന്റെ ഭാഗത്തുനിന്നും ഉയർന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ എന്ത് നിലപാട് LDF ഇന്നലെ ഉയർത്തിയോ, എന്ത് ചോദ്യം ഉന്നയിച്ചോ അതേ ചോദ്യം പാർട്ടിക്കകത്തു നിന്ന് പോലും ഉയരുന്നുണ്ട്. അതിനിടയിലാണല്ലോ മുഖ്യമന്ത്രിയുടെ ഈ നീക്കം. ശ്രീജിത്ത്, തീർച്ചയായും ഇന്നലെ പ്രതിപക്ഷത്ത് നിന്ന് KN ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ച അതേ വിഷയം തന്നെയാണ് ഇന്ന്
KPCCയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VM സുധീരനിൽ നിന്നുണ്ടായത്. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറവ് UDFന്റെ തീരുമാനത്തിന് വിധേയമായി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അത് ധനബില്ലിൽ നിന്ന് കൂടി ഒഴിവാക്കിയാൽ മാത്രമേ ആ പ്രസ്താവന പൂർണ്ണമായും പ്രാവർത്തികമാകൂ. അതാണ് ഉചിതമായ നടപടി എന്നാണ് സുധീരൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് തന്നെയാണ് KN ബാലഗോപാലും ക്രമപ്രശ്നത്തിലൂടെയും സഭയ്ക്ക് പുറത്തെ വാർത്താ സമ്മേളനത്തിലൂടെയും ഉന്നയിച്ചത്. അപ്പോൾ പ്രതിപക്ഷത്തിനും സുധീരനും ഏതാണ്ട് ഒരേ നിലപാടിലേക്ക് വന്നിരുന്നു. പാർലമെന്ററി രംഗത്ത് പരിചയസമ്പത്തുള്ള ആരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണിത്. കാരണം നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരണമെങ്കിൽ അത് ധനബില്ലിന്റെ ഭാഗമായിട്ട് പാസ്സാക്കണം. അങ്ങനെ ധനബില്ല് പാസ്സാക്കുമ്പോൾ ഈ നികുതി പരിഷ്കാരങ്ങളും പ്രാബല്യത്തിൽ വരും. ഇവിടെ നികുതി പരിഷ്കാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി പുറകോട്ട് പോകുന്നു എന്ന കാര്യം പൂർണ്ണമായും യാഥാർത്ഥ്യമാകണമെങ്കിൽ ധനബില്ലിൽ നിന്ന് കൂടി ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അതാണ് സുധീരൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ടും സുധീരനെ പോലെ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകാര്യതയുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പോലും എതിർപ്പുണ്ടാകുമ്പോഴും സതീശൻ തന്റെ നിലപാടിൽ നിന്ന് ഏറെ എന്നും പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായില്ല. മൂന്നാമതും തിരുത്തി മൂന്നാമതും യൂട്ടേൺ എന്ന് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. സർക്കാർ അടിക്കടി തിരുത്തിയാൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേക്കും തന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽക്കുമെന്ന് ഒരുപക്ഷെ VD സതീശൻ വിലയിരുത്തുന്നുണ്ടാകും. എന്തായാലും കോൺഗ്രസിലും UDFിലും കലാപസമാനമായ ഒരു അന്തരീക്ഷത്തിന് തുടക്കമിട്ടുകൊണ്ടുള്ള ഒരു ഒന്നായി VD സതീശന്റെ കന്നി ബജറ്റ് തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പരിണതി. ശരി, ഏതായാലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി VD സതീശൻ എന്നുള്ളതാണ്. അദ്ദേഹം അതുമായി മുന്നോട്ട് പോകുന്നു. ധനബില്ലിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചോ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. R ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.